ഹലോ നമസ്കാരം. ഒരിക്കലെങ്കിലും മൂത്രച്ചൂട് മൂത്രക്കല്ല് വന്നിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് മൂത്രച്ചൂട് മൂത്രക്കല്ലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പം ഇത്തരത്തിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു സ്റ്റോറി കേൾക്കാട്ടോ. ഇതൊരു പ്രവാസിയുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവമാണ്. 5 വർഷം മുൻപ് ചെറിയ വയറുവേദന കാരണം സ്കാൻ ചെയ്തപ്പോൾ രണ്ട് കിഡ്നിയിലും ചെറിയ രീതിയിലുള്ള കല്ലുകൾ കണ്ടു. ഇദ്ദേഹം മരുന്നുകൾ തിരഞ്ഞെടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പച്ചമരുന്ന് കുടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് കല്ല് പോയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. പക്ഷേ പിന്നീട് കല്ലിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്തില്ല. അങ്ങനെ അയാള് നാട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടിയിരുന്ന സ്കാനും ചെക്കപ്പുകളും ഒന്നും ചെയ്യാതെ അദ്ദേഹം ഓരോ വർഷവും നാട്ടിലേക്ക് പ്രവാസത്തിൽ നിന്ന് മടങ്ങി സന്തോഷകരമായി നിന്നു തിരിച്ചുപോയി. എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചു പോന്നു. വയറിന്റെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു സാധനപ്പ് സ്ഥിരമായിട്ട് അങ്ങോട്ട് കുടിക്കും. അപ്പോൾ ഈ ഗ്യാസ് പോകുമല്ലോ. അങ്ങനെ അതേപോലെ തന്നെ ഈ നടുവേദന ഉണ്ടായിരുന്നു. അപ്പൊ ജോലിയുടെ ഭാഗമായിട്ടുള്ള നടുവേദനയാണ് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ടെസ്റ്റുകളൊന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം അങ്ങനെ പെയിൻ കില്ലേഴ്സും കൂടെ കുടിച്ച് അങ്ങനെ പോയി. 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പല്ലുകളൊക്കെ ഇങ്ങനെ ലൂസ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നടത്തിയ രക്തപരിശോധനയിൽ കിഡ്നി ഫങ്ഷൻസിൽ അല്പം വ്യത്യാസം ഉള്ളതായിട്ട് കണ്ടെത്തി. MRI സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നിയിൽ ഫുള്ള് കല്ലുകളായിട്ട്, ഒരു കിഡ്നി ഒരു 80% കല്ലുകളായിട്ട് നിറഞ്ഞിരിക്കുകയും ഡാഗോൺ ക്വാൽക്കുലസ് എന്ന് പറയുന്ന കല്ല്, അത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള കല്ലുകളാണ്. അപ്പോൾ ആ കല്ലുകളായിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു പോർഷൻ മറ്റേ കിഡ്നിയിലും നിറഞ്ഞിരിക്കുക. കിഡ്നി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മണിക്കൂറുകളോളം നീണ്ട സർജറികൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വിധേയമാകേണ്ടി വന്നു. മാത്രമല്ല ഇപ്പൊ ഒരു ജോലിയിലായിരിക്കെ ഫുഡുകൾ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആവുകയും, ഒരു കിഡ്നി ഡിസീസ് ആയിട്ടുള്ള ഒരാൾ പ്രവാസത്തിലേക്ക് മടങ്ങുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യാൻ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. പ്രവാസത്തിൽ പലരുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വരുമ്പോൾ സ്കാൻ ചെയ്യാനും ഇതിനൊക്കെ പറയുന്ന സമയത്ത് അവർ പറയാറുണ്ട് സ്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവിടെ പെട്ടെന്ന് സ്കാനിങ് ഒന്നും നാട്ടിലെ പോലെ അവൈലബിൾ അല്ല. കിഡ്നിയിൽ കല്ലുകൾ മിക്കവാറും ഇറങ്ങുമ്പോഴാണ് ലക്ഷണങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗ്യാസിന്റെ സിംറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഗ്യാസാന്ന് വിചാരിച്ച് ഇരിക്കരുത്. കിഡ്നിയിൽ ഒരിക്കൽ കല്ല് വന്നിട്ടുള്ളവരാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്കാൻ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.